ഉം. ഇതാരാ? ആ, താത്ത ഇത് ഞാന് ഹലോ, ഹലോ ഇതാരാ? താത്ത ഇത് ഞാന് നിങ്ങളെ വീട്ടിന്റെ ബാക്കിലുള്ള മനസ്സിലായി. എന്താ? ഞാൻ വെറുതെ വിളിച്ച താത്ത വീട്ടിലുണ്ടോ ഇപ്പൊ? ഞാൻ തന്നെയാണല്ലോ. വീട്ടിലാ ഉള്ളെ? ഇതെവിടുന്നാ എന്റെ നമ്പർ കിട്ടിയത്? അത് ഞാന് ഇങ്ങനെ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു നിങ്ങളെ നമ്പർ. എവിടുന്ന് കിട്ടി? അത് എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. അല്ല, എന്തിനാ ഇപ്പം വിളിച്ചത്? ഞാൻ വെറുതെ വിളിച്ചതാ. ബുദ്ധിമുട്ടായോ വിളിച്ചത്? ഇല്ല, അത് പറയ്. എനിക്ക് ഏ ഒരു കാര്യം പറഞ്ഞാല് താത്തക്ക് ദേഷ്യം വരുമോ? ഇല്ല, എന്താ കാര്യം എന്ന് പറ. എന്നിട്ടല്ലേ. എനിക്ക് എനിക്ക് താത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടേനു. കൊറേ ഉം. കാലായിട്ടാണ്. ഉം. അതിന് അതുകൊണ്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാ. അതെയാ? ആ ഞാനും നിന്നെ കാണലുണ്ട്. അല്ല, ഞാൻ ഏ വിളിച്ചതിന് ഏ? താത്താക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യമൊന്നുമില്ല. ആ, എന്താ? താത്തയിലെ പോന്നേം വരുന്നതും ഞാൻ നോക്കലുണ്ട്, കാണലെല്ലാം ഉണ്ട്. അതെയാ? ഉം. അല്ല, ഞാനും നിന്നെ കാണലുണ്ട്. ഉം. എനിക്ക് എന്തിനാ വിളിച്ചേന്ന് പറ. എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ വെറുതെ സംസാരിക്കാലോ എന്ന് വെച്ചിട്ട് വിളിച്ചതാ. വെറുതെ സംസാരിച്ചിട്ടെന്നാ വേണ്ടേ? ഞാന് ഏ? ഒന്ന് എന്തെങ്കിലും മനസ്സിലുണ്ടാ? ഇല്ല, അങ്ങനെ മനസ്സിലൊന്നും ഉണ്ടായിട്ട് വിളിച്ചല്ല. നേരത്തെ കാക്ക നേരത്തെ പോന്നാണ്ടോണ്ട് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഒറ്റക്കല്ലേ ഉണ്ടാവുന്നു, വിളിക്കാന്ന് വെച്ചിട്ട് വിളിച്ച. അല്ല, അപ്പൊ കൊറേ ആയല്ലോ ഞാൻ ഒറ്റക്ക്. ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതുവരെ വിളിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ സംസാരിക്കുവോ അല്ലെങ്കിൽ? ഉം. സംസാരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. അതെയാ? ഉം. ഞാനെന്നാ ഇടയ്ക്കിങ്ങനെ വിളിച്ചാല് ദേഷ്യാവൂലല്ലോ? ഇല്ല, എനിക്കിഷ്ടം. വിളിക്കുന്നത് ഇഷ്ടല്ലേ? എന്നെ ഇഷ്ടാണെന്നാ പറഞ്ഞേ? വിളിക്കുന്നതും ഇഷ്ടാ. നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ രൂപയെല്ലാം വെച്ചിട്ട് എനിക്കിഷ്ടാണ്. അയ്യോ, എന്നാ നേരത്തെ വിളിക്കായിരുന്നല്ലേ? ഉം. എന്നാ നേരത്തെ വിളിക്കായിരുന്നു. ഞാൻ പേടിച്ചിട്ട് ഇപ്പം വിളിച്ചേ. എന്തിന്? നീ സമയമുള്ളപ്പോ വിളിക്കേ. ഞാന് വിളിച്ച ഉം. വെറുതെ വിളിക്കാന്ന്. നിങ്ങള് ഉം. നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു നോക്കുമ്പോ നിങ്ങൾ സ്ഥലത്തില്ല. എവിടെ പോയിട്ടില്ല, പുറത്ത് പോയിട്ടില്ലായിരുന്നു. ഞാന് 3 മാസം ഇടയില്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് നമ്പർ കിട്ടിയത്. പിന്നെ ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ വന്നെന്ന് അറിഞ്ഞതിന് ശേഷം ഉം. പിന്നെ എനിക്ക് വിളിക്കാൻ ഭയങ്കര പേടിയായി. നമുക്ക് ഇങ്ങനെ എനിക്ക് ഇഷ്ടാന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ നിങ്ങള് പക്ഷേ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും. എന്റെ നമ്പർ അതൊക്കെ അറിയോ? നമ്പറല്ലേ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടെങ്കിലും നമ്പർ ഇടുന്ന കിട്ടാതെ. അങ്ങനെ കിട്ടുമോ? ഉം. ചാത്താനെ ഉം. കാണാൻ നല്ല സ്റ്റൈലാ. ടൈലൂട്ടിലും പോന്ന കാണുമ്പോ അതെയാ? ഞാനിപ്പോ എപ്പോ ഇങ്ങനെ പോകുമ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കും ജനലിലൂട്ടിയെല്ലാം. എനിക്ക് മുമ്പിൽ ഇവിടെ വരാൻ ആരും ഇതുവരെ പേടിയായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എന്നെ ഇഷ്ടാണെന്നോ അല്ലെങ്കിൽ സ്റ്റൈൽ ഉണ്ടെന്നോ? സ്റ്റൈലുണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടാന്നും പറഞ്ഞിട്ടില്ല. കാണാൻ നല്ലില്ലേ? എനിക്കിഷ്ടായ. എനിക്ക് താത്താനെ പണ്ടേ ഇഷ്ടാന്ന്. പക്ഷേങ്കില് കൊറേ മുമ്പ് ഞാൻ കൊറേ ചെറുതല്ലേ, എന്നേരം ഇഷ്ടാന്ന് ഇതിലൂടെ പോന്ന കാണുമ്പോ. ഉം. ഉം. എന്റെ ശരീരം കണ്ടപ്പോ ഞാനും ഒന്ന് ചെറുതായിട്ട് നോക്കലുണ്ട് കേട്ടോ.
ശരീരം കണ്ടപ്പോഴാ? ഉം. അതെന്തിനാ? നല്ല ഉറച്ച ശരീരം, കയ്യില് നല്ല മസിലെല്ലാം ആയിട്ട്. അത് ഞാൻ കുറച്ചു കാലം ജിമ്മിന് പോയിരുന്നു. ഇപ്പം പോക്കില്ല. എന്ത് കുറച്ചായിട്ട് പോണോ? അത് പിന്നെ ഇത് പഠിക്കേണ്ട ചെയ്തു. പിന്നെ പൈസേന്റെ പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഞാനങ്ങ് കുറച്ചൊരു 2 മാസം പോയിട്ട് നിർത്തിയതാ. ജിമ്മിനെല്ലാം പോയാലല്ലേ ഇങ്ങനെ പെണ്ണുങ്ങളെല്ലാം കാണുമ്പോ കുറച്ച് ഇഷ്ടമെല്ലാം തോന്നും. ജിമ്മിന് പോയാല് ഇഷ്ടം തോന്നും. ഉം. ഉം. എനിക്കതുകൊണ്ടല്ലേ നിന്നെ കണ്ടേരം ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഉം. ഇങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്കത് അറിയില്ലല്ലോ. പിന്നെ ഞാൻ ഇടക്ക് ടെറസിന്റെ മേലെല്ലാം കാണലുണ്ട്. അപ്പൊ ഞാൻ നോക്കും. ടെറസിന്റെ മേലെയാ? ഞാൻ തുണിയെല്ലാം അറിയിടാൻ വേണ്ടിട്ട് അയല്ലേ. ആ നാളെ വരുമ്പോ നിന്നെ ചിലപ്പോ ടെറസിന്റെ മേലെല്ലാം കാണും. അമ്മ അങ്ങനെ ഉണ്ടല്ലോ, അത് ഞാൻ അറിയില്ല. നീ ശ്രദ്ധിക്കായിട്ടാ, ഞാൻ ശ്രദ്ധിക്കലുണ്ട്. ഉം. ഉം. ഞാൻ ഇത്തന്നെ കാണുന്ന ഇതിലൂടെ പോകുമ്പോ മാത്രമേ കാണലുള്ളൂ. നല്ല ഷേപ്പാ കേട്ടോ ബോഡിക്കെല്ലോ. അതെയാ? ഉം. നിനക്ക് വേറെ ആരും കമ്പനി ഇല്ല? എനക്ക് വേറെ ആരും കമ്പനി ഒന്നും ഇല്ലല്ലോ. ഇല്ല. അന്നൊരു ദിവസം ഞാൻ ടെറസിന്റെ മേലെ ഒരു പെൺകുട്ടീനെ കൂടി കണ്ടേ. പെൺകുട്ടീനെ എപ്പോ? ഒരു ദിവസം. അത് ചിലപ്പോ എന്റെ മാമന്റെ മോളായിട്ടായിരിക്കും. എന്തോ നിന്നോട് ഒരു ഒരു വല്ലാതൊരു കണക്ഷൻ ഉള്ള പോലെയാണല്ലോ തോന്നിയേ. അങ്ങനെയുള്ള ആരുമില്ലല്ലോ. നീ അന്ന് ഇതാക്കേണ്ടിട്ട് പറയണ്ട, ഞാൻ കണ്ടതാണ്. അത് അങ്ങനെ ഉം. കാണൂലോ. പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും. എവിടുന്ന കണ്ടേ? ഉം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടെറസിന്റെ മേലേന്ന് കണ്ടതാ. എന്റെ വീട്ടിലാ? നീ ടെറസിൽ ഒരു ദിവസം ആ പെൺകുട്ടിയായിട്ട് നിക്കുന്ന കണ്ട്. അത് അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ച്, പിന്നെ ഞാൻ മാറി. അത് മാമന്റെ മോളായിരിക്കും. എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയെല്ലാം വന്നതായിരിക്കും നേർമേലെല്ലാം. അല്ല, മാമന്റെ മോളുമായിട്ട് നീ ഇത്ര നല്ല ഒരു ഏതാ? ഏ എന്ത്? മാമന്റെ മോളുമായിട്ട് ആ ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാവോ? ബന്ധമെന്ന് പറയാന് അങ്ങനെയൊന്നും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഇഷ്ടാണെങ്കിൽ പിന്നെ അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ താത്താനെ ഉം. ഞാൻ എപ്പോ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കലുണ്ട്. ഉം. ഓരോ ദിവസം കാണുമ്പോ ഒരുപാട് നല്ല നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് താത്തയിലോട്ട് പോക്കില്ലേ? എന്നെ അത്ര ഇഷ്ടാ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് ഇക്കയോടൊന്നും പറഞ്ഞേക്കല്ലേ. അങ്ങനെയൊന്നും പറയില്ല. താത്താന്റെ ഉമ്മയും എന്റെ അമ്മയായിട്ട് നല്ല കമ്പനിയാ. അവരോടൊന്നും പറയില്ലല്ലോ. ഞാൻ പറയില്ല. നിനക്ക് നിന്നെ ഇഷ്ടാന്നല്ലോ. ഉറപ്പല്ലേ? ഓ. ഞാൻ വിചാരിച്ച് വിളിച്ചാൽ നീ ആകെ പ്രശ്നമാവോ എന്നുള്ളതായിരുന്നു. നമ്പർ ഇടുന്ന കിട്ടിയാലും പറഞ്ഞുതരാം ഞാൻ വിചാരിച്ച്. നീ എപ്പോ വേണ്ടെങ്കിലും വിളിച്ചോ. ഇപ്പൊ വണ്ടിക്കും വിളിച്ചാ ഇല്ലാതല്ലേ വിളിക്കാൻ പറ്റൂ. ഒക്കെ ഇല്ലാതപ്പോ വിളിക്കാ, ഉള്ളപ്പോ വിളിക്കാ. ഇപ്പം വിളിച്ചു കഴിഞ്ഞാല് ഉം. ഇവിടെ അറിഞ്ഞാല് സീനാവൂലേ? അത് ഞാൻ ഫ്രണ്ടാന്നിട്ട് പറഞ്ഞത്. നേരം പ്രശ്നമാക്കൂല. പ്രശ്നമൊന്നുമില്ല.